ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ടീച്ചർ ലെക്ചേഴ്സ്. NCET എക്സാമിന് നിർബന്ധമായിട്ടും ക്ലിയർ ചെയ്തിരിക്കേണ്ട സെഷൻ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് 10 യൂണിറ്റ്സ് ആണ് ക്ലിയർ ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് 7ൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യൂണിറ്റ് 7 ആയിട്ടുള്ള അവയർനെസ് അബൌട്ട് റീസെന്റ് എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് NEP 2020. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു യൂണിറ്റ് കൂടിയാണ്. സോ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. NEP 2020യുടെ ഫുൾ ഫോം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി 2020. എന്താണ് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി 2020? ഈ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത പേരാണ് കസ്തൂരിരംഗൻ. കസ്തൂരിരംഗൻ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. NEP 2020 രൂപീകരിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു കസ്തൂരിരംഗൻ. ഇവിടുന്ന് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. NEP 2020 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻസർ ആയിട്ട് വരിക കസ്തൂരിരംഗൻ. ആ ഒരു പേര് മറക്കരുത്, കസ്തൂരിരംഗൻ. ഇനിയും NEP 2020യുടെ മോട്ടോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എൻകറേജ് എൻലൈറ്റൻ. എന്താണ്? എഡ്യൂക്കേറ്റ് എൻകറേജ് എൻലൈറ്റൻ. എഡ്യൂക്കേറ്റ് എൻകറേജ് എൻലൈറ്റൻ. ഇനി ഈ ഒരു മേജർ ഒബ്ജക്റ്റീവ്സ്, നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി 2020യുടെ മേജർ ഒബ്ജക്റ്റീവ്സ് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മേജർ ഒബ്ജക്റ്റീവിൽ ഫസ്റ്റ് വൺ യൂണിവേഴ്സൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. യൂണിവേഴ്സൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളത് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയുടെ ഒരു ഭാഗമാണ്. ഇപ്പൊ പട്ടണത്തിലുള്ളവരായിക്കൊള്ളട്ടെ, ഗ്രാമങ്ങളിലുള്ളവരായിക്കൊള്ളട്ടെ, എല്ലാ വിദ്യാർത്ഥികൾക്കും എഡ്യൂക്കേഷൻ ലഭിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. എഡ്യൂക്കേഷൻ മാത്രമല്ല, സ്റ്റഡീസ് മാത്രമല്ല, സ്കിൽസും വാല്യൂസും ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അടുത്തത് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കിൽസ് ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്കിൽസ് പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവാം, കോഡിംഗ് ആവാം, അങ്ങനെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടായിരിക്കണം എഡ്യൂക്കേഷൻ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. സ്കിൽ ഡെവലപ്മെന്റിന് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അടുത്തത് പ്രൊമോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. പ്രൊമോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു കാര്യം മനസ്സിലാക്കുക മാത്രമല്ല, അതെങ്ങനെയാണ് അത് വന്നത്, എന്തുകൊണ്ട് അതെങ്ങനെയായി, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പഠിക്കാനുള്ള ഒരു രീതി, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ആ ഒരു കുട്ടികളിൽ ഉണർത്തിയെടുക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വിദ്യാർത്ഥികളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി കടന്നു വരുന്നത്. യൂസ് ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ ടെക്നോളജി യൂസ് ചെയ്യുക, ഓൺലൈൻ ക്ലാസ്സുകൾ, ഡിജിറ്റൽ ലേണിങ്ങിനൊക്കെ പ്രാധാന്യം നൽകുന്നുണ്ട് NEP 2020. അപ്പോൾ NEP 2020യുടെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്, പ്രൊമോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, യൂസ് ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ ആണല്ലോ? യൂസ് ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. ഈ ഒരു 5 പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ന്യൂ സ്ട്രക്ചർ. അതായത് നമ്മുടെ LP, UP, HS ഈ ഒരു സ്ട്രക്ചർ മാറ്റിയിട്ട് ന്യൂ സ്ട്രക്ചർ ആണ് NEP 2020 മുന്നോട്ട് വെക്കുന്നത്. അതാണ് 5+3+3+4 എന്ന് പറയുന്ന സ്ട്രക്ചർ. 5+3+3+4. ഇതാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്. ഈ സ്റ്റേജുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് ആൻഡ് സെക്കൻഡറി സ്റ്റേജ്. ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നതാണ് പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ. പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നത്. പ്രിപ്പറേറ്ററി സ്റ്റേജിൽ വരുന്നത് 2 to 5 ക്ലാസ് വരെയുള്ളവരാണ്. അതുപോലെ തന്നെ മിഡിൽ സ്റ്റേജിൽ വരുന്നത് 6 to 8 ക്ലാസ് വരെയുള്ളവരാണ്. ആൻഡ് സെക്കൻഡറി സ്റ്റേജിൽ വരുന്നത് 9 to +2 ക്ലാസ് വരെയുള്ളവരാണ് സെക്കൻഡറി സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ
ഈ ഒരു സ്റ്റേജ്, ന്യൂ സ്ട്രക്ചർ ആയിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്, ഇത് നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. ഫൗണ്ടേഷണൽ സ്റ്റേജ് പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയാണ്. പ്രിപ്പറേറ്ററി സ്റ്റേജ് 2 to 5 ആണ്. മിഡിൽ സ്റ്റേജ് 6 to 8 ആണ്. സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത് 9 to 12th സ്റ്റാൻഡേർഡ് വരെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത് NEP 2020 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് NEP 2020 കീ ഫീച്ചേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ എഡ്യൂക്കേഷൻ തുടങ്ങണം എന്നുള്ളതാണ്. ഒരു 3 to 8 ഇയേഴ്സിൽ തന്നെ എഡ്യൂക്കേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. കാരണം ആ ഒരു സ്റ്റേജിലാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അവിടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. NEP 2020 കീ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. അടുത്താണ് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ, അതായത് സ്റ്റുഡൻസിന് അവരുടെ ഭാഷയിൽ തന്നെ വിദ്യാഭ്യാസം പഠിക്കാനുള്ള ഒരു ചോയ്സ് അവിടെ ഉണ്ട്. മൾട്ടി ലിംഗ്വൽ ആയിട്ട്, ഇപ്പൊ ഇംഗ്ലീഷ് പ്ലസ് മലയാളം, മലയാളത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഒരു ഇംഗ്ലീഷ് എക്സ്പോഷർ ലഭിക്കുന്ന രീതിയിലായിരിക്കണം എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തത് എക്സ്പെരിമെന്റൽ ലേണിംഗ് ആണ്. എക്സ്പെരിമെന്റൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിനായിട്ട് എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടാണ് ആ ഒരു വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എക്സ്പെരിമെന്റൽ ലേണിംഗിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തതാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ സബ്ജക്ട് ചോയ്സ്, അതായത് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് പഠിക്കാനുള്ള ഒരു ചോയ്സ് അവിടെ ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി ഇൻ സബ്ജക്ട് ചോയ്സസ്. അടുത്തത് ഇന്റഗ്രേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കീ ഫീച്ചേഴ്സിലുള്ളത്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ, എക്സ്പെരിമെന്റൽ ലേണിംഗ്, ഫ്ലെക്സിബിലിറ്റി ഇൻ സബ്ജക്ട് ചോയ്സസ്, ഇന്റഗ്രേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. നമ്മൾ ഈ ഒരു ഓൾറൗണ്ട് ആയിട്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ NEP 2020 എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ സെന്റർ ആക്കിക്കൊണ്ട് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ചുരുക്കം. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ട് NEP 2020 ഫുൾ ഫോം മനസ്സിലാക്കി വെക്കുക. നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി. പിന്നെ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ K. കസ്തൂരിരംഗനാണ്. NEP 2020 മോട്ടോ എഡ്യൂക്കേറ്റ്, എൻകറേജ്, എൻലൈറ്റൺ എന്നുള്ളതാണ്. പിന്നെ മേജർ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. യൂണിവേഴ്സൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, എല്ലാ വിദ്യാർത്ഥികൾക്കും എഡ്യൂക്കേഷൻ ലഭിക്കണം. പിന്നെ ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്, പ്രൊമോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, യൂസ് ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ, ഇതാണ് മേജർ ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ന്യൂ സ്ട്രക്ചർ ആണ്. നമ്മുടെ LP UP HS എന്നുള്ള ആ ഒരു സ്ട്രക്ചർ മാറിയിട്ട് വന്ന 5+3+3+4 എന്ന സ്ട്രക്ചർ, ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്, ഇതിൽ വരുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഫൗണ്ടേഷണൽ സ്റ്റേജിൽ പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയാണ്. പ്രിപ്പറേറ്ററി സ്റ്റേജിൽ 2 to 5, മിഡിൽ സ്റ്റേജിൽ 6 to 8 ക്ലാസ് വരെയാണ്. സെക്കൻഡറി സ്റ്റേജിൽ 9 to 12th സ്റ്റാൻഡേർഡ് വരെയാണ് വരുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ലാസ്റ്റ് നമ്മൾ NEP 2020 കീ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ, എക്സ്പെരിമെന്റൽ ലേണിംഗ്, ഫ്ലെക്സിബിലിറ്റി ഇൻ സബ്ജക്ട് ചോയ്സസ്, ഇന്റഗ്രേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ NEP 2020 നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.